എന്റെ മുമ്പിൽ ഈ മുഹമ്മദ് ഈസയുടെ സംവാദമാണ് ഇപ്പൊ ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവര് വന്നാലും ഇല്ലെങ്കിലും നമ്മൾ പ്രിപ്പയർ ആയിരിക്കണമല്ലോ പുതിയ വഴി. അങ്ങനെയുള്ള നോട്ടും കുറിക്കുകയൊക്കെ ചെയ്യാണ്. വേറെ ഇപ്പം നാളെ മുതൽ നല്ല തിരക്കുവാണ് വേറെ കാര്യങ്ങൾ. ഇന്നോടുകൂടി ഇതൊക്കെ ചെയ്ത് വർക്ക് ചെയ്ത് വെക്കണം. ഞാൻ അതിൽ അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്തു വെക്കുന്ന ഒരു ശീലമാണ്. കാരണം നമ്മൾ ജന്മന ഒരു അലസന, അതുകൊണ്ട് വർക്ക് നേരത്തെ അങ്ങ് ചെയ്തു വെക്കും. പിന്നെ നമ്മുടേതായ തിരക്കുകളിലേക്ക് അങ്ങ് മാറും. എനിവേ, ഇപ്പോ ആ, നമ്മള് ഇവിടത്തെ ചർച്ചകളില് പൊതുവിൽ കാണുന്ന ഒരു കാര്യം, ഇപ്പൊ നിരീശ്വരന്മാരായിട്ടുള്ള അല്ലെ എക്സ് മുസ്ലിംസ് വിമർശനം അതിന് ഡെപ്ത് കുറഞ്ഞു. മറിച്ച് അവര് പറഞ്ഞതൊക്കെ തന്നെ ആവർത്തിക്കുകയാണ് പതിവ്. പക്ഷെ നമ്മളാണ് വീണ്ടും ഹദീസുകൾ ചികഞ്ഞ് അല്ലെങ്കിൽ ഈ സീറകൾ തിരഞ്ഞ തഫ്സീറുകൾ തിരഞ്ഞോ പോയിട്ട് ഇവര് കണ്ടുപിടിക്കാത്ത കാര്യങ്ങൾ കണ്ടെത്തി കൊണ്ടുവരുന്നത്. ഈ കടല് പോലെ വിശാലമാണ് ഈ ഹദീസുകൾ. കാരണം അതിനകത്ത് കിടപ്പുണ്ട് അടിക്കാൻ വേണ്ട വടികളുടെ ഒരു വലിയ ആ, പ്രളയമാണ് അതിലുള്ളത്. എല്ലാത്തരം സാധനങ്ങളും അതിലുണ്ട്. ഇപ്പൊ ഇത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇവരെ കൊണ്ട് തന്നെ ഇതിനി വായിപ്പിക്കണം. ഇനിയുള്ള നാൾ നിങ്ങൾ ഇത് വായിക്കാൻ പറയണം, നിർബന്ധമായിട്ട് എന്താ ഇത് പഠിക്കാൻ പറയണം. അപ്പോ അവരിത് പഠിക്കുക വഴി ഒരാളെ അത് പഠിക്കും തോറും അവരതിനെ വെറുക്കാനുള്ള വഴി കൂടും. അതാണ് കണ്ടുവരുന്നത്. ഇപ്പൊ എത്രയോ പേര് ആ രൂപത്തില് മതം ഉപേക്ഷിച്ചു. അപ്പൊ അതിൽ നിന്ന് കാണേണ്ടത് മതം വിശ്വാസമൊക്കെ വിട്ടുപോകുന്ന ഹിന്ദുക്കളുണ്ട്, നിരീശ്വരന്മാരും ആവും. ചില ക്രിസ്ത്യൻസ് ഇതുപോലെ വിട്ടുപോയിട്ടുണ്ട്. പക്ഷെ ഇവർക്ക് പോയിട്ടൊരു എക്സ് ക്രിസ്ത്യൻ സംഘടന രൂപീകരിക്കേണ്ടി വന്നിട്ടില്ല. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഈ അവർക്ക് ദൈവവിശ്വാസം ഇല്ല, അവർക്ക് താല്പര്യമില്ല, അത്രേ ഉള്ളൂ. ഞാൻ എന്റെ വഴി എന്താണ് തിരിച്ചൊരു അടിക്ക് വരാതെ വെച്ചാൽ ഇവിടെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഒരു ഇഷ്യൂ നിലനിൽക്കുന്നില്ല. ആ കാരണം അവരവരുടെ പാഠഗതിയെ നോക്കി പോക്കോട്ടെ. പിന്നെ അവർ ഒരു കാര്യം പറയുന്നു, ക്രിസ്ത്യാനിറ്റി പരിഷ്കരിച്ചു. അതായത് ഈ കുരിശുയുദ്ധ കാലത്തു നിന്നും പേപ്പസിയുടെ ഭൂതകാല ചരിത്രത്തിൽ നിന്നും ഒക്കെ ക്രിസ്ത്യാനിറ്റി പരിഷ്കരിച്ചു. സത്യം പരിഷ്കരിക്കുകയല്ല ചെയ്തത്, ക്രിസ്ത്യാനിറ്റി പൂർവീകരിച്ചു. അതായത് നമ്മൾ തിരിച്ച് അപ്പോസ്തോലികമായ പഠനങ്ങളിലേക്കും ക്രിസ്തു ശൈലിയിലേക്കും തിരിച്ചു നടന്നു. പൂർണ്ണമായും നല്ല തിരിച്ചുള്ള നടപ്പിലാണ്. നമ്മളും ഒരു സമൂഹം എന്ന നിലയിൽ അധികാരവും സമ്പത്തും ഒക്കെ കൈ കിട്ടിയപ്പോൾ ഒത്തിരി വഴിവിട്ടു പോയിട്ടുണ്ട്. അപ്പൊ എപ്പോഴും ഒരു സംവിധാനത്തിന് അമിതമായ സമ്പത്തും അധികാരങ്ങളും വന്നു കഴിയുമ്പോൾ മിസ്യൂസ് ചെയ്യപ്പെടാൻ സാധ്യത കൂടുതലായതുകൊണ്ട് അങ്ങനെയുള്ള അപജയങ്ങൾ ഇതിനകത്തുണ്ടായി. അത് കാത്തലിക്കിനെയും പ്രൊട്ടസ്റ്റന്റിനെയും ഇവാഞ്ചലിക്കൽസിനെയും ഒക്കെ ബാധിച്ചിട്ടുണ്ട്. ആ അപജയങ്ങൾ ബാധിച്ചിട്ടുണ്ട്. അപ്പോ പക്ഷെങ്കിൽ ഈ പൊതുസമൂഹത്തിന് ശല്യമാകുന്ന തരത്തിലേക്കുള്ള ഇടപെടലുകൾ അത് നടത്തുന്നില്ല. ഒരു എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ എതിർക്കുന്ന നമുക്ക് താല്പര്യമില്ലാത്തൊരു കാര്യമാണ് ഗേ അല്ലെങ്കിൽ ഹോമോസെക്ഷൽസ്. പക്ഷേ രണ്ടുപേർ ഹോമോസെക്ഷൽസ് ആയിട്ട് ജീവിക്കുന്നതിന് നമ്മൾ എതിരല്ല. കാരണം അവന്റെ സ്വാതന്ത്ര്യത്തിൽ പോയി നമ്മൾ കൈകടത്തണ്ട. എന്നോടുകൂടെ അവന് പങ്കു ഓഹരിയും കൂട്ടായ്മയും ഇല്ല, അതെന്റെ സ്വാതന്ത്ര്യം. അപ്പോ അതിൽ കോംപ്രമൈസ് ഇല്ല. പക്ഷെ നീയായി നിന്റെ പാടായി നീ അവിടെ പോക്കോ. അവരെ കൊല്ലണമെന്നോ അവനെ ഉപദ്രവിക്കണമെന്നോ ഒന്നുമില്ല. അവന്റെ എതിരെ അല്ല നമ്മൾ, അനുകൂലവും അല്ല. അവനായി അവന്റെ പാടായി, അല്ലെ അവളായി അവളുടെ പാടായി, ഓക്കെ, തീർന്നു. നമ്മള് നമ്മുടെ കൂടെ നമ്മൾ പോയി അവരുടെ വഴിക്ക് അവർ തന്നെ പൊക്കോട്ടെ. അവരെ മുഴുവൻ പെട്ടെന്ന് തലവെട്ടിക്കളയുക, ഈ വിധത്തിൽ മനുഷ്യനെ ഏതെങ്കിലും ശല്യം ചെയ്യുന്ന ഒരു തത്വം ഇതിനകത്തില്ലെന്നുള്ളതാണ്. പിന്നൊരു കാര്യമുള്ളത്, ഈ ആക്ച്വലി ഒരു ക്രിസ്ത്യന് ശത്രുവില്ല. ആ ശത്രു ഇൻവിസിബിൾ ആയിട്ടുള്ള സ്പിരിറ്റുകളാണ്, ആ ലോകമാണ്. ആ സ്പിരിറ്റാണ് സത്യത്തിൽ ഇവരെ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നതുകൊണ്ട് ആ സ്പിരിറ്റുകളെ നമ്മൾ ചെറുക്കുന്നുണ്ട്. ഇപ്പൊ മുഹമ്മദിൽ വ്യാപരിക്കുന്ന ഒരു സ്പിരിറ്റാണ്, ഒരു ഈവിൾ സ്പിരിറ്റാണ്. ഇത്തരം പൈശാചിക ശക്തികൾ ഇത്തരം കക്ഷികളിലല്ല. പക്ഷെ അത് ചിലതിന്റെ കാര്യം ഉള്ളത്, പിടിതരാത്ത വിധത്തിലെ പൈശാചിക ശക്തികളുണ്ട്. അത് പറഞ്ഞാല് അതിന്റെ യഥാർത്ഥത്തിൽ പിശാച് വെളിപ്പെടാതെ അതൊന്ന് ഹൈഡ് ചെയ്തിട്ട് അതിന്റെ ഒരു നല്ല മുഖം കാണിച്ചു തരും. എക്സാമ്പിൾ, ഇപ്പൊ ഓണമാകുമ്പോഴേക്ക് ഒത്തിരി ഓഫർ വരും. പ്രത്യേകിച്ച് അന്നേരം പോയി ഒന്നും എടുക്കരുത്. കാരണം ക്വാളിറ്റി കുറഞ്ഞ സാധനം വില കൂട്ടിയിട്ടിട്ട് അതിന് ഒരു ഡിസ്കൗണ്ടും തരിക. അപ്പൊ ഈ വാങ്ങുന്നവൻ എന്തോ കിട്ടിയതായിട്ട് തോന്നും. കാരണം ഒത്തിരി പ്രൊഡക്ഷൻ വരുമ്പോൾ ക്വാളിറ്റി ഒന്നും കറക്റ്റ് ആയിരിക്കില്ല. പിന്നെ ഇവര് പറയും ഇപ്പോൾ ടി വി മേടിക്കുക, 7 വർഷം വാറണ്ടി. അതൊന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം 7 വർഷം കഴിയുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് മാറി, അന്നത്തെ ഫാഷൻ മാറി, ഇത് കൊള്ളരുതാത്തതാവും. പിന്നെ അത് നന്നാക്കാൻ പോയാലൊക്കെ കണക്കാ. അന്നേരം പറയും ഒരു അതിന്റെ ഒരു പാർട്സ് ഒത്തിരി നഷ്ടമായിട്ടുണ്ട്, സർവീസ് ചാർജ് ഒന്നും വേണ്ട, പാർട്സ് മാറ്റി വെക്കണം, അത് ഇന്നതാണ് പറഞ്ഞു വരുമ്പോൾ ഇതിന്റെ ഇരട്ടി വിലയാവും.
ഇപ്പൊ 7 കൊല്ലം കഴിഞ്ഞുള്ള ഞാൻ ആരാണ് നിങ്ങൾ ആരാണെന്ന് നമുക്ക് മുൻകൂട്ടി ഒരു ഇൻഷുറൻസ് കൊണ്ടൊന്നും ചിന്തിക്കാൻ പറ്റിയല്ല. ഇപ്പൊ അതിനെകൊണ്ട് നമ്മൾ ഈ സാധനം എടുക്കുമ്പോൾ വ്യവസ്ഥകൾ ബാധകം ഇത് പറഞ്ഞാണ്. ഇത് കാണിക്കില്ല ആരെയും. എന്ന് പറഞ്ഞ പോലെ ഈ കട്ടിയായ തത്വചിന്തകളെല്ലാം മനുഷ്യനെ പെട്ടെന്ന് ആകർഷിക്കും വിധം അത് മറച്ചു വെച്ചിട്ടുള്ള കുറെ കാര്യമുണ്ട്. അപ്പൊ ഇത് അട്രാക്റ്റീവ് ആയിട്ട് തോന്നും. ഉദാഹരണം കമ്മ്യൂണിസം, അതിൽ കുറെ നല്ല വശങ്ങളുണ്ട്. അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ തത്വം, അല്ലെ BJP-യുടെ തത്വം, എന്താ BJP പറയുന്നത്, അതിനകത്തെല്ലാം കുറെ നന്മകൾ നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ പ്രൊജക്ട് ചെയ്യും. പക്ഷെ അതിന്റെ ഉള്ളിൽ വേറൊരു സംവിധാനമാണ്. അത് അതിന്റെ ആ കോറായിട്ടുള്ള ചിന്ത നമ്മളിൽ നിന്ന് മറച്ചു വെക്കും. ഇസ്ലാമിന് പറ്റിയ ഒരു അബദ്ധമോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ സവിശേഷതയോ അത് പ്രഥമ ദൃഷ്ട്യാ തന്നെ നിഷ്പക്ഷമതിക്ക് ഇതിലെ കുഴപ്പം മനസ്സിലാവും. അതിന് പക്ഷെ ഒരു വിഷയം ഇതിനെ കവർ ചെയ്യാൻ വേണ്ടി നല്ല വെളുപ്പീര് നടന്നിട്ടുണ്ട് ചരിത്രത്തിൽ. ഈ മദ്ഹബുകൾ ഇതിനെ എങ്ങനെയൊക്കെ വെളുപ്പിക്കാം എന്നതിന് വേണ്ട പണി ചെയ്ത ഗ്രന്ഥങ്ങൾ ഇറക്കി ഇതിനെ ഈ തിന്മയെ മൂടി വെച്ചിട്ടുണ്ട്. അതിന് കുടപിടിക്കാൻ വേണ്ടി കുറെ നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ചിന്തകരെ അവർ കൂട്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പം വള്ളത്തോളിന്റെ അടുത്ത് ചെന്നിട്ട് മുഹമ്മദിനെ പറ്റി 2 വരി പറയാൻ പറയുക. അപ്പൊ പ്രകീർത്തിച്ചല്ല പറയാൻ പറ്റുള്ളൂ. പ്രകീർത്തിക്കുന്ന പറഞ്ഞാൽ ഈ വള്ളത്തോൾ ഇതിലും വലിയ വെടിത്ത് എഴുതിയിട്ടുള്ള ആളാണ്. നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ്. വള്ളത്തോൾ എന്ന കവിയല്ല വിമർശിച്ചത്, വള്ളത്തോൾ എന്ന സ്കോളറെയാണ് വിമർശിച്ചത്. വേറൊരു കാര്യത്തിൽ പറഞ്ഞ മഗ്ദലന മറിയം തന്നെ അദ്ദേഹത്തിന്റെ വിവരദോഷത്തിന്റെ മറ്റൊരു തെളിവാണ്. അതൊക്കെ പറയാതിരിക്കുക ഭേദം, പോട്ടെ. രണ്ടാമത്തെ, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഇവരേതാണ്ട് സംഭവമാണെന്ന് ചിന്തിക്കുന്നിടത്താണ് ഈ വിഷയം വരുന്നത്. അവർ സംഭവമായിരിക്കുന്നത് എവിടാന്നറിയോ? അവരുടെ കാവ്യ ലോകത്താ സംഭവം, അല്ലാതെ മതപഠനത്തിലൊന്നും ഒരു വിഷയമല്ല. അവരെ നമുക്ക് മഹാത്മാഗാന്ധി എന്ന ആദർശ പുരുഷനെ ഹിസ്റ്റോറിയനായിട്ട് കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. അദ്ദേഹം അതിനകത്ത് ഒത്തിരി പരാജയമാണ്. ആ ഭാഗം അറിയില്ല. മഹാത്മാഗാന്ധിയിൽ നിങ്ങൾക്ക് ഒരു സയന്റിസ്റ്റിനെ കാണാൻ പറ്റുമോ? ഒക്കെയില്ല. അപ്പൊ അത് കയറി അഭിപ്രായം പറഞ്ഞിട്ട് കൂലി പിടിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്ന് പറഞ്ഞ പോലെ വള്ളത്തോള് വിവരദോഷം പറഞ്ഞ മനുഷ്യനെ കൊണ്ടാണ് മുഹമ്മദിനെ പ്രകീർത്തിപ്പിക്കുന്നത്. എന്നാൽ ഞാൻ അത്ഭുതപ്പെട്ടു എന്തുകൊണ്ട് ഈ ഇത്രയും പണ്ഡിതനായ ശ്രീനാരായണ ഗുരു മുഹമ്മദിനെ പ്രകീർത്തിച്ചത്. എന്റെ കാരണം ഇത്രേ ഉള്ളൂ, അദ്ദേഹം ഖുറാൻ വായിച്ചു കാണുകയില്ല, അല്ലെങ്കിൽ ഹദീസ് വായിച്ചു കാണുകയില്ല. ഈ രൂപത്തിലൊന്നും അന്ന് ഹദീസ് ഒന്നും ജനകീയമല്ല. ഇതാണ് അതിന്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത്. ഇവിടെയാണ് അംബേദ്കറുടെ പ്രസക്തി. അദ്ദേഹം ഖുറാൻ ശരിക്ക് പഠിച്ചു, ഹദീസ് പഠിച്ചു, അദ്ദേഹം ഇസ്ലാമിന്റെ തന്ത്രങ്ങൾ പഠിച്ചു, എന്നിട്ട് ശരിക്ക് പണിയെടുത്തു. ശരിക്കും അദ്ദേഹം എഴുതി വെച്ച് ഇവിടെ കിടപ്പുണ്ട് ഇസ്ലാം എന്താണെന്നും ഇതെല്ലാം ശരിക്കും എഴുതിയിട്ടുണ്ട്. പഠിച്ച ഒരാൾക്ക്, ഇസ്ലാമിനെ ശരിക്ക് പഠിച്ച ഒരാൾക്ക് അത് എന്താണെന്ന് പെട്ടെന്ന് പിടികിട്ടും. ഇനി ഇതിനെ കവർ ചെയ്യാൻ വേണ്ടിയാണ് ഈ പ്രസംഗങ്ങൾ വഴി ഈ മഹാപുരുഷൻ, പുണ്യപുരുഷൻ, തങ്ങൾ അദ്ദേഹോ, അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോ ഇതിനെ തിരുദൂതര് ഈ അടിയെല്ലാം അടിച്ചിട്ട് മ്ലേച്ഛതയാണ് ഈ പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. മ്ലേച്ഛതയ്ക്ക് പെയിന്റ് അടിച്ച് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ ചില പിള്ളേർ അതിനകത്ത് പോയി ചാടുമ്പോൾ ഒരു വലിയ വിഷയമുള്ളത്, നമുക്ക് ചിലതരം പിടിവാശികൾ മനുഷ്യന്റെ ജീവിതത്തിലുണ്ട്. ഈ കാരണവന്മാരായി കഴിഞ്ഞാല്, ഞാനും നമ്മുടെ അപ്പനും കൂടെ ഒരു വിഷയത്തിൽ കാര്യം എടുത്താൽ ഈ അപ്പൻ ഈഗോ ഭയങ്കരമാണ് എല്ലാവരുടെയും കേട്ടോ. പുള്ളി പറയും എന്താ ഇങ്ങനെ മതി, അങ്ങനെ മതി എന്ന് പറയുമ്പോൾ ആദ്യം അതങ്ങ് മൂളുന്ന ബുദ്ധി. അല്പം കഴിഞ്ഞപ്പോൾ അപ്പൊ അത് അങ്ങനെ അല്ലത് ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയത് പറഞ്ഞാൽ പുള്ളിക്ക് മാറ്റം വരും. നമ്മൾ അവിടെ ഇപ്പുറത്തോട്ട് നിന്നുകൊണ്ട് പറയാൻ പോവാണെങ്കിൽ പുള്ളി സമ്മതിക്കില്ല. ഇതേപോലെ ഈ മതപണ്ഡിതന്മാർ ഇതിനകത്ത് ഇദ്ദേഹത്തെ മഹാനായി വാഴ്ത്തി വെച്ചു. ലോകം കണ്ടതിലെ മഹാൻ, വേറെ കുറെ സാധനങ്ങൾ, ലോകാനുഗ്രഹി ഇതിടയ്ക്ക് കണ്ടൊരു പുസ്തകം വായിച്ചാൽ നമ്മുടെ ഇടപാട് വരും, ചിരിച്ച് നമ്മൾ തകർന്നു പോകും. മുഹമ്മദിന്റെ പേരിട്ടിരിക്കുന്ന ലോകാനുഗ്രഹി, ഇങ്ങനെയൊക്കെയുള്ള കുറെ പേരുകളും ഇതെല്ലാം ഇട്ട് കുറെ പുകഴ്ത്തലും പാട്ടും പരിഗണനയൊക്കെ ഇട്ട് വിട്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ഗ്രഹിച്ച് ചെറുപ്പം മുതലേ ഒരുത്തൻ പോയിട്ട് 10-12 കൊല്ലം ഈ മദ്രസക്കകത്ത് കിടന്ന് ഇതിന്റെ കുറെ കഥകൾ പഠിക്കുന്നു. ഇതെല്ലാം പഠിക്കുന്നത് ഇദ്ദേഹത്തിന്റെ വെറിക്കൂത്തുകളെ മുഴുവൻ സാധൂകരിച്ചാണ് പഠിക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പൊ എന്തിനാണ് ഇങ്ങനെ ഇതുപോലെ അഴിഞ്ഞാടി ജീവിച്ചതെന്ന് ചോദിച്ചാൽ പറയും, ഈ പ്രവാചകന്മാരിൽ ഭയങ്കര ശക്തി സാധാരണ മനുഷ്യരിൽ കവിയുന്ന ഒട്ടേറെ സവിശേഷതകൾ അവർക്കുണ്ട്. അപ്പൊ എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു കഴിവ് കൊടുത്തു അള്ളാഹ്, ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കാര്യങ്ങൾ കൊടുത്തു. അപ്പോ ഇതിന് വേറൊരു മറുവശമുണ്ട്. ഈ പ്രശ്നം മനഃശാസ്ത്രപരമായിട്ട് ഈ കലാകാരന്മാരിലും ഒക്കെ ഉണ്ട്, ഇതേ വിഷയമുണ്ട്. അതിന്റെ കാരണം അവർക്ക് പല കഴിവുകൾ ഉള്ളത് കൊണ്ട് ഈ വിഷയത്തിൽ ഇത്തരത്തിലുള്ള വൈകാരികമായ അവരുടെ മേഖലയും എപ്പോഴും ആക്റ്റീവാണ്. അതായത് നടന്മാരുടെ പേരിലൊക്കെ കേൾക്കുന്നത്, അത് നടിമാരുടെ വിഷയത്തിലും ഉണ്ട്. അവർ പക്ഷെ അത് ഗൈഡ് ചെയ്യുന്ന, അവരത് പറയാൻ തയ്യാറാവില്ലല്ലോ. അപ്പോൾ ഇത് എല്ലാ അവരുടെ കഴിവുകളും അവർ ഒരുപോലെ ഉപയോഗിക്കുമ്പം അവർക്ക് ഈ വിഷയത്തിന് ആനുപാതികമായിട്ട് കൂടുതൽ വൈകാരിക തീവ്രത അനുഭവപ്പെടും. പിന്നെ ചിന്തകളുടെ ഒരു പോക്കാണ് ഒരു പരിധി വരെ. അടുത്തത് ഇവർക്ക് അനുകൂലമായ സാഹചര്യം കിട്ടുന്നതാണ്. ഈ ഹേമ കമ്മിറ്റിയിലും ഒക്കെ വരുന്നതിന്റെ കാരണം അനുകൂലമായ സാഹചര്യം ഇഷ്ടം പോലെ കിട്ടുന്നു. അപ്പോൾ ഇവർക്ക് ഇതിനകത്തൊരു പുതുമ പോലും ഇല്ല.
ഒരു പുതുമയില്ല. ഇപ്പൊ ഈ പറഞ്ഞു കേൾക്കുന്ന കേസൊക്കെ ഇത് ഈസി ആയിട്ട് കോടതി തള്ളിപ്പോകുന്നവയാണ്. കാരണം പുതുമകളുള്ള ഒരു സംഭവമല്ല. അവരൊരു കാര്യം ചോദിക്കുന്നു ഒരു സ്ത്രീയോട്, അവര് പറ്റില്ല എന്ന് പറയുന്നു, അല്ലേ അവര് കോപ്പറേറ്റ് ചെയ്യുന്നു, ഇത്രയൊക്കെ ഉള്ള കാര്യം. പക്ഷെ ഇത് ഇവരെ എടുത്തേ, ഇവരുടെ എക്സ്ട്രാ ഓർഡിനറി ടാലന്റഡ് പേഴ്സൺസ് ആണ്. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങളിപ്പം ഈ നമ്മുടെ മന്ത്രി ഗണേശനെതിരെ എന്നാ പറഞ്ഞാലും അവിടെ ഏൽക്കുകയില്ല. കാരണം മനുഷ്യനെ ഉൾക്കൊണ്ടത് ഇദ്ദേഹത്തിന് ഈ കുഴപ്പമൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾക്കൊരു നല്ല മിനിസ്റ്ററാണ്, അത് ഏൽക്കില്ല ഒരിക്കലും. ഈ പ്രശ്നങ്ങൾ പറഞ്ഞവിടെ മുകേഷിനെ കുറിച്ചൊരു സഹതാപം കൂടെ മനുഷ്യനായി. കാരണം അവർ ചതിക്കാൻ പോകാൻ തോന്നി അപ്പുറത്തിരുന്ന് പറയുന്ന ഒരാൾ. കാരണം അവരതിൽ പോയിട്ട് കടം ചോദിച്ചു. ഇതിനോട് ഈക്വലൈസ് ചെയ്തിട്ട് മുഹമ്മദിനെ കൊണ്ടുവന്ന് പറഞ്ഞാൽ ഉള്ള കുഴപ്പം എന്താണെന്നറിയണ്ടേ? ഇവരെല്ലാം ഒരു നടനോ അല്ലെങ്കിൽ ചിന്തകനോ പാട്ടുകാരനോ പ്രസംഗകനോ അല്ല, ഇങ്ങനെ അവര് ഒരു സെലിബ്രിറ്റിയാണ്. ഇങ്ങേരാരാണെന്നേ, എന്താന്ന് ഇങ്ങേര് കൊടുത്തേ? ഇദ്ദേഹത്തിന് അങ്ങനത്തെ കഴിവുകളെല്ലാടെ വന്നപ്പോ അത് സാധൂകരിക്കാൻ കൊടുത്ത കാര്യമാണ് ഇത് എന്ന് ഇവരിങ്ങനെ ചെറുപ്പം മുതലേ പഠിപ്പിക്കും. അപ്പൊ കേൾക്കുന്നവനോർക്കും ആ ശരിയാണല്ലോ. പിന്നെ ഇവരെ ഈ പെണ്ണുങ്ങളെല്ലാം എന്തുവാ മുസ്ലിം ഉമ്മത്തിന്റെ അമ്മമാർ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രകീർത്തിച്ച് ഇവരോടും ഒരു റെസ്പെക്ട് ചെറുപ്പം മുതലേ കൊടുക്കുകയാണ്. അപ്പൊ തങ്ങൾ റെസ്പെക്ട് ചെയ്യുന്ന ആൾ ഒരു കുലം മുടിക്കുന്ന ക്രൂരനാണെന്നും, വേണ്ടി വന്നാൽ ഇന്നാണ് ജീവിച്ചിരിക്കുന്നെങ്കിൽ ഈ പുകഴ്ത്തുന്നവന്റെ സഹോദരിയെയോ അമ്മയെയോ വഴി വെച്ച് കണ്ടാൽ സ്വന്തം ബാപ്പയെ കൊണ്ട് മൊഴി ചൊല്ലിച്ചേച്ച് അടിച്ചു മാറ്റുന്ന ആളാണെന്നും അവന് ബോധം വരുമ്പോൾ അവർ ആരി ഹുസൈനാവും. ഇതാണ് സ്ഥിതി. പിടിയിട്ടില്ലേ? നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് അപ്പനും മോനും പിള്ളേരും എല്ലാം വഴിയാത്രയിൽ പോകുമ്പം ഈ പത്തോ 30 വയസ്സുള്ള ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ ഹസ്ബൻഡിന് 35 വയസ്സുണ്ടെന്ന് കൂട്ടുക, ആ മോനൊരു 10 വയസ്സുണ്ടെന്ന് കൂട്ടുക, അതിൻ്റെ ഇളയ ഒരു 5 വയസ്സുകാരനെ കൂട്ടുക, ഒരു മോളെയൊക്കെ കൂട്ടുക. ഈ പോകുന്ന വഴിക്ക് മുഹമ്മദ് കണ്ട് ഇഷ്ടപ്പെട്ടു പോയാൽ, നബിതങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അന്നേരം മൊഴി ചൊല്ലണം. അപ്പൊ ഈ 3 പിള്ളേര് അപ്പനും ഒക്കെ അനാഥമാകുകയാണ്. അതൊന്നും ഇവിടെ വിഷയമല്ല, അതൊന്നും ചിന്തിക്കുന്നില്ല. ആ വഴി ചിന്തിക്കാതെ ഇതായിരുന്നു കെട്ട് പറയുക പോലും അരുത് എന്നൊക്കെ പറയുമ്പോൾ ഇവർക്കുണ്ടാകുന്ന ആവേശം എന്താ? അത് പറഞ്ഞിട്ട് ഈ സാധനം എടുത്തിട്ട് അങ്ങ് അലക്കുക. നമ്മുടെ ബൈബിളിലെ ഭാഷയിൽ ലജ്ജയായതിൽ മാനം തോന്നുകയാണ്. അപ്പൊ നിങ്ങൾ ഇത് പെട്ടെന്നെടുത്ത് അവതരിപ്പിച്ചാൽ ഈ കാര്യത്തിൽ അവർക്ക് പ്രകോപനം വരും. പിന്നെ അതിനെ എങ്ങനെയൊക്കെ ഉരുണ്ട് കളിച്ച് സന്ധിക്കാം, ഇതെങ്ങനെ ശരിയാക്കിയെടുക്കാം, ഈ ഗവേഷണമാണ് നടക്കുന്നത്. അപ്പൊ അതിലെ ഒരു കാര്യം കൂടെ കാണേണ്ടത്, ഈ നവാഗത മുസ്ലിംസിന് ഇതിനകത്ത് ആവേശം അല്പം കൂടിയാണ്. അവരിന്ന് പെട്ടുപോയി. അത്ര ഊരുക എളുപ്പമല്ല. മനുഷ്യന് കുറെ ഈഗോ ഉണ്ട്. മുഹമ്മദ് ഇച്ചയുടെ ഒരു അവസ്ഥ അതാണ്. ഈ ചെറുക്കൻ അറിയാം ഈ കാണിക്കുന്നതെല്ലാം വൃത്തികേടാണ്, നല്ല വിവരവും ബോധവും പഠിക്കാനും മിടുക്കനായിരുന്ന ആള്. അയാൾക്കറിയാം ഈ കാണിക്കുന്ന എല്ലാം ഫലിതമാണെന്നറിയാം, കോമഡിയുടെ ക്ലൈമാക്സ് ആണെന്നറിയാം. പക്ഷെ കുഴപ്പം എന്താണെന്നറിയോ? തിരുത്താൻ കഴിയാതെ വണ്ണം ചിലതരം പ്രത്യയശാസ്ത്രത്തിൽ അടിയുറച്ചു പോയി കഴിഞ്ഞാൽ ഊരി വരിക എളുപ്പമല്ല. അധോലോകങ്ങളിൽ ചെന്ന് വിടുന്നവന്റെ അവസ്ഥയാണ്. അവർക്ക് തിരിച്ചു വരവ് എളുപ്പമല്ല. അപ്പൊ അതിന് പല പല കാര്യങ്ങളാണ്. ചിലപ്പോൾ വൈകാരികമായിട്ട് അതിന് ഉറച്ചു കാണും. ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം, വൈകാരികമായ ഉറപ്പിന് ഉദാഹരണം കൂടെ പറയാം. ഒരു കുഞ്ഞിനെ കഴിഞ്ഞ ദിവസം തട്ടിക്കൊണ്ടുപോയിട്ട് കുറെ നാൾ 1-2 വർഷം അതിനെ ഒരു കള്ളൻ കൂടെ പാർപ്പിച്ചു. കുറെ കഴിഞ്ഞപ്പോ ഒറിജിനൽ അപ്പൻ എടുക്കാൻ വരുമ്പോ പഴയ അപ്പന്റെ കൂടെ അതിന് പോകണം. അത് കരയുന്നുണ്ടോ? അതിന് കാരണം അതിന് വിവേകമില്ല. അതിന് ആഹാരം കൊടുത്ത, അതിന് പാല് കൊടുത്ത, അതിനെ കൂടെ ഉറക്കിയ ഒരു മനുഷ്യനോട് തോന്നിയ അടുപ്പം തന്റെ അപ്പനല്ലെന്ന് അറിഞ്ഞിട്ടും രാജകീയമായി കഴിയാനുള്ള തന്റെ അവകാശങ്ങളെ നിഷേധിച്ച് തന്നെ കൊണ്ട് ഇങ്ങനെ ഇട്ടു അനാഥമാക്കി എന്നൊക്കെ അവൻ തിരിച്ചറിയുന്ന കാലം എത്തുമ്പോഴേക്കും സംഗതി എല്ലാം കഴിഞ്ഞു പോകും. ഇതേ അവസ്ഥയിലാണ് അറിയാതെ പോയിട്ട് ഇസ്ലാമിനെ പ്രണയിച്ച, അതിനകത്ത് പെട്ടുപോയ മനുഷ്യന്റെ അവസ്ഥ. അപ്പോ ഒന്നില് അവർക്ക് കിട്ടിയ ഇതിന്റെ എല്ലാം ഒരു പ്രതിസന്ധി മനസ്സിലാകുന്ന എപ്പോഴെന്ന് ചോദിച്ചാല്, ഞാനിങ്ങനെ ഒരു അവസ്ഥാവിശേഷം ഓർത്തു. എനിക്ക് സുഖമില്ലാതെ വന്ന ഒരു ഘട്ടത്തില് ഈ അബോധാവസ്ഥ ജീവിതത്തിലേക്ക് വരികയാണ്. അബോധാവസ്ഥയിൽ ഇങ്ങനെ നമ്മൾ, എന്നാലും ഉള്ളിൽ ബോധമുണ്ട്. മോനടുത്ത് ഇപ്പുണ്ട്, ഞാൻ ഐസിയുലാണ്. അപ്പോഴേക്ക് ഒരു സെക്കൻഡ്, ഒരു നിമിഷം കൊണ്ട് നമ്മുടെ ഭൂതകാലം എല്ലാം മനസ്സിൽ കൂടി ഇങ്ങനെ വരികയാണ്. അപ്പൊ നമ്മളെയാണ്ട് മരണം ഇങ്ങനെ ഉറപ്പിച്ചു. അപ്പൊ പിന്നെ ഞാൻ പെട്ടെന്ന് അതിൽ ഒരു ദുഃഖത്തിന്റെ ഒരു അവസ്ഥ പിന്നിട്ടപ്പോഴേക്ക് പിന്നെ നമുക്ക് നല്ല സന്തോഷമായി. കർത്താവിനോട് ചേരുകയാണോ എന്നുള്ളൊരു സന്തോഷം അതിനകത്ത് വന്നു. അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് ഇവരെല്ലാം നിൽക്കുന്ന മനുഷ്യരോടൊന്നും ഒരു കമ്മിറ്റ്മെന്റ് ഒന്നും പെട്ടെന്ന് തോന്നില്ല. ഇന്നും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് എന്റെ ജീവിതം. കാരണം അവർക്ക് ചെയ്യേണ്ടത് ചെയ്തിട്ടുണ്ടല്ലോ, പിന്നെന്തിനാ അവരെ ഓർത്ത് വിലപിക്കുന്നത്? നമുക്കൊരു നിത്യതയുണ്ട്. എന്നാൽ ഒരു ആ, മറ്റൊരു മനുഷ്യന്റെ അവസ്ഥ നേരെ തിരിച്ചാണ്. ഞാൻ അങ്ങനെയുള്ളവരുടെ മരണവും കണ്ടിട്ടുണ്ട്. ഈ സന്തോഷമില്ലാതെ മരിക്കുക. കാരണം അവർ ചെയ്തു കൂട്ടിയ പലതരം കാര്യങ്ങൾ, കൊല, ഇതെല്ലാം മനസ്സിലേക്ക് ഓർമ്മ വരും. അവർ ഉപദ്രവിച്ചു വിട്ട മനുഷ്യര്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഓർമ്മ വരും. അത് മനഃശാസ്ത്രപരമായ ഒരു വല്ലാത്ത അവസ്ഥയാണ്, ഭ്രാന്തമായ ഒരു അവസ്ഥയാണ്. ഇവരെല്ലാം ഇതിന്റെ തിരിഞ്ഞും മറിഞ്ഞും ഓർക്കുന്ന ഒരു സമയം ആ സമയത്താണ്. അല്ലാതെ കവറും ഇല്ല, ദണ്ഡനവും ഇല്ല, മറ്റേ
അജീഷ് പറയുന്നല്ലോ, നക്കീറും ഇല്ല മുൻകീറും ഇല്ല, യാഥാർത്ഥ്യങ്ങളെ ഫേസ് ചെയ്യും. അപ്പോഴാണ് ഈ നിരീശ്വരന് പോലും അവിടെയാണ് അവന്റെ പരാജയം വരുന്നത്, ആ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ. അപ്പോ ഈ ഒരു കാര്യമൊക്കെ ഈ സൺഡേ സ്കൂളിലൊക്കെ പഠിപ്പിക്കാതെ പോയതായിരിക്കാം ഒരു പക്ഷേ മുഹമ്മദ് ഈസമാർ ഉണ്ടായതെന്നുള്ള ഒരു വ്യംഗ്യാർത്ഥം കൂടെ കിടപ്പുണ്ട്. എനിക്ക് ഇപ്പുറത്ത് അറിയാതെ ചെന്ന് ഇതിൽ പെട്ടുപോയിട്ട് ഊരാൻ വയ്യ, പല ഘടകങ്ങൾ അതിനകത്തുണ്ട്. അപ്പൊ ഇതൊരു ഈവിൾ സ്പിരിറ്റിന്റെ സുശക്തമായൊരു കോട്ടയാണ്. അതിനെ നമ്മളൊരു കാര്യം കൂടെ പറയാം, ഇവിടെ ഇരുന്നുകൊണ്ട് കുറെ കമന്റ് ഇട്ടിട്ടോ അല്ലെ അവരെ നമ്മൾ കമന്റ് വഴി അടിച്ചു തോൽപ്പിച്ചത് കൊണ്ടോ കുറെ എന്താ പറയാ, നമ്മുടെ കുറെ കക്ഷികളുണ്ടല്ലോ, വാഹനം തെറ്റി, വയ്യാവേലി, വർജിൽ, ഊത്ത് എന്നൊക്കെ പറഞ്ഞിട്ടാൽ അതിന് മേൽക്കൈയൊക്കെ ഉണ്ട്, വേണം താനും കേട്ടോ. ഞാനതൊക്കെ ആസ്വദിക്കുന്ന ഒരാളാണ്. എന്നാൽ ഇതൊരു സ്പിരിച്വൽ അറ്റാക്ക് കൂടിയാണെന്നോർത്ത് പ്രാർത്ഥന വേണം, സുശക്തമായൊരു പ്രയർ വേണം. ആ പ്രയർ നമ്മൾ ഇന്നാര് പ്രാർത്ഥിച്ചു തുടങ്ങി മറ്റൊരുത്തനെ അവസാനിപ്പിച്ചു, ഇതിലല്ല. ഇതിനൊക്കെ അപ്പുറത്ത് നല്ലൊരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ വഴി നമുക്ക് ഇതിനെ എൻകൗണ്ടർ ഉണ്ടാകണം, ഇത്തരത്തിൽ കാര്യങ്ങൾ അങ്ങോട്ട് കൊടുക്കണം. ഇനി അതിനുള്ളൊരു കാലത്തിലേക്കൂടെ നമ്മൾ വഴി മാറി ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ചുമ്മാതെ നമ്മൾ മുഷ്ടിയുദ്ധം ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഇരുട്ടിന്റെ കോട്ടകളെ ഇടിക്കണം. അതിന് ആയുധം നമ്മുടെ പക്കലുണ്ട്, ആവശ്യത്തിന് ആയുധങ്ങളുണ്ട്. അപ്പൊ ഞാൻ ഒത്തിരി പറഞ്ഞു പോയെന്ന് തോന്നുന്നു. ഇസ്ലാം എന്ന് പറയുന്ന ഭീകരത പിടിതരാത്തതല്ല, അത് പിടിതന്നിരിക്കുന്നു. നമ്മൾ അതിനെ പിടിച്ചു കെട്ടി വെച്ചിരിക്കുന്നു. നമ്മളതിന്റെ ഉള്ളടക്കത്തിലെ അല്ലെങ്കിൽ കസ്റ്റംസിന് പിടിക്കാൻ കഴിയാതെ ഒളിപ്പിച്ചു വെച്ചിരുന്ന മയക്കുമരുന്നുകളെ എടുത്ത് ഒരു സാധാരണ മനുഷ്യൻ ദാണ്ടിരിക്കുന്നു പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചിന്ത പോലെ അവരെ അമ്പരപ്പിക്കുന്ന നിലയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇവരെവിടെ പോയി എന്തോ പ്രതികരിക്കും, എങ്ങനെ ഇവരൊളിപ്പിച്ചു വെച്ച മുഴുവൻ മുത്തെന്ന് പറയുന്ന ഈ വ്യക്തിയെ എടുത്തിട്ട് അലക്കി ഇതേണ്ട കൊണ്ടു കൊടുത്തു സമൂഹത്തിന് മതി, ഇതാ പിടിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ നിയമത്തിന്റെ മുമ്പിൽ ഇട്ടു കൊടുത്തിരിക്കുകയാണ്. ഇതുപോലത്തെ ഒരു കൊടും ക്രിമിനലിനെ എടുത്തിട്ട് കൊടുത്തു. ആ ക്രിമിനലിന് മുമ്പിൽ പകച്ചു നിൽക്കുന്ന ഒരു അള്ളാഹ് എടുത്തിട്ട് കൊടുത്തു. പിന്നീട് ഇങ്ങോട്ട് വന്ന സഹാബിമാരെ ഇട്ട് കൊടുത്തു. ഇവർക്ക് എന്ത് പറയാൻ, വൈരുദ്ധ്യങ്ങളുടെ കലവറയായ ഖുർആൻ ഇട്ട് കൊടുത്തു. അപ്പൊ രക്ഷപ്പെടുവോ? എങ്ങനെ രക്ഷപ്പെടും? അപ്പൊ അതുകൊണ്ട് ഈ പ്രവൃത്തി തുടരണം. ഇവിടെ അതാ ഞാൻ ഈ റൂമുകളിൽ വരുമ്പോൾ പറയുന്നൊരു കാര്യം, ഒരു ചങ്ങാതി കയറി വന്നാൽ ഉടനെ വളഞ്ഞു കുറെ പേര് എനിക്കത്ര കൂടുതൽ സംസാരിക്കാം എന്നോർത്ത് പോകരുത്. കുറെ പേര് അങ്ങനെ ഉണ്ട്. രണ്ടുപേര് സംസാരിക്കുമ്പോൾ അവരൊന്ന് കൺക്ലൂഷൻ വന്നിട്ടോ, നമുക്ക് ചിന്തകളുണ്ടെങ്കിൽ എക്സ്ക്യൂസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയറാം, കുഴപ്പമൊന്നുമില്ല, നമ്മളെല്ലാം ചെയ്യാറുണ്ടല്ലോ. പക്ഷെ അത് ഈ വൾഗറായ ഒരു തലത്തിലേക്കോ ഇവനെ കുരുക്കുക എന്നുള്ളത് ഐഡിയ അല്ല. താഴെ ഇരിക്കുന്നവരാണ് നമ്മുടെ ലക്ഷ്യം. ഇവിടെ കുറെ പേര് കേട്ടിരിപ്പുണ്ട്, താഴെ പഠിക്കാനിരിക്കുന്നവര് ആവേശത്തോടെ. എനിക്ക് ചില മുഖങ്ങളെ കാണുമ്പോൾ വലിയ സന്തോഷം തോന്നും. ഞാൻ പേര് പറയുന്നില്ല, ആലപ്പുഴ സ്വദേശിയായ ഒരു ഗായകൻ എൻ്റെ കൂട്ടുകാരനാണ്. ഈ മുഖം എപ്പോഴും കാണും, താഴെ ഇപ്പോഴും ഇരിപ്പുണ്ട്. പേര് പറയുന്നില്ല. അങ്ങേര് ഇതിന്റെ ഈ ചർച്ച തുടങ്ങിയ കാലം മുതൽ ഇതിനകത്ത് വന്നിരിക്കുകയാണ്. ഞങ്ങൾ മീറ്റിങ്ങുകളും കൺവെൻഷനിലും ഒരുമിച്ച് കൂടുന്നതാണ്. ഞാൻ ഓർക്കാറുണ്ട്, ഈ പാട്ട് പാടുന്ന മനുഷ്യനെന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? അങ്ങേര് നല്ല സൂപ്പറായിട്ട് പാടും, അത്യാവശ്യം കീബോർഡും ഒക്കെ വായിക്കും. അപ്പൊ ഇതിന്റെ കാര്യം ഇതേ ഉള്ളൂ, പഠിക്കണം, കാര്യം ഗ്രഹിക്കണം, ഈ പശ്ചാത്തലത്തിൽ കാണുന്ന അവസ്ഥകളെ കുറിച്ച് പഠിക്കണം. നമുക്ക് ലേണേഴ്സ് താഴെ ഇരിക്കുന്നു. രണ്ട്, നമുക്ക് കൺവിൻസ് ചെയ്യിക്കേണ്ട നമ്മുടെ രക്തത്തിലോ നമ്മുടെ ബന്ധത്തിലോ ഒക്കെ ഉള്ള സഹോദരങ്ങളും മുസ്ലിം സഹോദരന്മാരിരിക്കുന്നു. അവര് കുറ്റവാളികളല്ല, അറിയാതെ ചെന്ന് പെട്ടുപോയ ഒരു പരിതസ്ഥിതിയുടെ ഉപോൽപ്പന്നങ്ങളാണ്. അവരെ ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്നു, അവരെ രക്ഷപ്പെടുത്തണം. ഇതിനുള്ളൊരു ബേഡൻ ഈ സംസാരിക്കുന്നവർക്കെല്ലാം ഉണ്ടാകണം. പഠനം പോലെ പ്രധാനമാണ് ഭാരം, ആത്മഭാരം. അവർ വരട്ടെ. എന്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ കുറെ പേര് ഇപ്പോൾ സ്നാനത്തിനും ഒക്കെ തയ്യാറായിട്ടുള്ളത് നിങ്ങൾക്കറിയാം. പാവങ്കിലേക്ക് വരാനൊക്കെ ഉള്ള ഒരു സന്നദ്ധത കാട്ടിയ കുറേ മനുഷ്യരെ നമുക്കറിയാം. അപ്പോ അത് പരമാവധി ഉപയോഗിക്കുക, അവരെ ക്രിസ്തുവിലേക്ക് ആനയിക്കുക എന്ന ദൗത്യം വിട്ടും പോകരുത്. പിന്നെ ഇവര് നിരീശ്വരന്മാർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, അത് നടക്കട്ടെ, എക്സ് മുസ്ലിം. പക്ഷെ കുഴപ്പം എന്താണെന്നറിയണ്ടേ, ഇവരെ ജീവിതത്തിൽ വിശ്വസിക്കാൻ പാടില്ലാത്ത ആൾക്കാരാണ് ഈ എക്സ് മുസ്ലിംസ്. അത് തെളിവാണ് ഈ അയ്യൂബ് മൗലവി. ഒരു ഘട്ടം ഇങ്ങോട്ട് വരുമ്പോൾ ജീവൽ പ്രതിസന്ധിക്കകത്ത് ഒരൊറ്റ പോക്ക് പൂന്തിയിട്ട് ഒറ്റ കലിമയുടെ കാര്യമുള്ളൂ. അറിയോ, ജബ്ബാർ മാഷിനെ ആരിഫ് ഹുസൈനെ ഞാൻ അങ്ങനെ കരുതുന്നില്ല. പക്ഷെ ഈ ലിയാഖത്തിൽ അടക്കമുള്ള ആളുകൾ തികഞ്ഞ വർഗീയവാദികളാണ്. ഏത് ഘട്ടത്തിലും അവർക്ക് പോകാം. അപ്പം നമ്മുടെ വിമർശനം കടുത്തു പോകുന്നു എന്ന് കണ്ടാൽ ഉടൻ കളത്തിൽ ഇറങ്ങിച്ചെന്ന് എന്റെ സഹോദരങ്ങളാ, അമ്മച്ചിയാ, ഉമ്മച്ചിയാ, അപ്പായ എന്നൊക്കെ പറഞ്ഞ് വീഴുന്ന കക്ഷിയാണ് ഞങ്ങളുടെ അടുത്ത് വന്ന് ഇതുപോലെ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തിനു വിമർശിക്കുന്നു? ഞാൻ പറഞ്ഞ മനസ്സുണ്ടായിട്ടാ, വേറെ കാര്യമൊന്നുമില്ല. അങ്ങനെ ഞാൻ ഇങ്ങനെ വന്നാൽ അതേ പറയത്തുള്ളൂ. എന്തേ ഇവർക്ക് മാത്രം സ്വാതന്ത്ര്യം ഉണ്ടോ? ഈ അക്ബർ പറഞ്ഞൊന്നും കേട്ടില്ലെന്ന് ചോദിച്ചാൽ മിണ്ടാട്ടോ ഇല്ല. അപ്പൊ ഇതാണ് കാര്യം. അപ്പൊ ഇവരെ ഒന്നും വിശ്വാസം എടുക്കരുത്. നിങ്ങൾക്ക് എക്സ് മുസ്ലിം എന്ന് പറയുന്ന ഗ്രൂപ്പിൽ അപൂർവം ചെല്ലുകൾ തിരിച്ചു പോകാത്ത, എന്റെ വീക്ഷണത്തിൽ ജബ്ബാർ മാഷും ജാമിദ ടീച്ചറും ആരിഫ് ഹുസൈനും ഒഴികെയുള്ള മിക്കവാറും എണ്ണം ഇങ്ങനെ ഒന്ന് പേടിപ്പിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കലിമ ചൊല്ലാൻ അവസരം കിട്ടിയാൽ, അങ്ങനെ ചെയ്തിരുന്നാൽ തിരിച്ചു പോകും. പിന്നെ ഉള്ളിലൊന്നും കാണത്തില്ല കേട്ടോ. അത് ഞാൻ എന്റെ വീഡിയോ പറഞ്ഞ പോലെ അയ്യൂബ് മൗലവിയൊക്കെ വെറും
ഇത്തരത്തിൽ ഇപ്പൊ പോയിരിക്കുന്ന രീതി, അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഇപ്പോഴും ആ പഴയ നിരീശ്വരനുണ്ട്, ഒരു കുഴപ്പമില്ലാതുണ്ട്. പിന്നെ കൂറ് പ്രഖ്യാപിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ കൂടെ കേട്ടോ, ഇങ്ങനെ കൂറ് പ്രഖ്യാപിച്ച് നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയാണ്. അപ്പോ ആ, രണ്ട് കാര്യങ്ങളാ പറഞ്ഞു വന്നേ. ഒന്ന്, നമ്മളാണ് ഇന്റലക്ച്വലി ഇതിനകത്ത് വേണ്ട വിധത്തിലുള്ള ആക്രമണം നടത്തിയത്. നമ്മൾ കൊടുത്ത, നമ്മൾ പാകിയ പദങ്ങളും വിഷയങ്ങളും ഉള്ളടക്കങ്ങളും കൊണ്ടാണ് ഇവര് പിന്നെ അടിച്ചത്. നല്ലത്, അത് പോട്ടം കൊണ്ട് നമ്മുടെ കയ്യിൽ തന്നെ നിൽക്കണ്ട. ഒരു ചിന്തയും പറഞ്ഞു തീരുന്നതോടെ നമ്മുടേതല്ല, പറയുന്നത് വരെയാണ് ഒരു ചിന്ത എന്റേതാകുന്നത്. ഞാൻ പബ്ലിക് ഇട്ട് കഴിയുമ്പോൾ നിങ്ങളുടേതായി. നിങ്ങൾക്ക് വിശ്വസിക്കാം, തിരസ്കരിക്കാം, വിമർശിക്കാം, അനുധാവനം ചെയ്യാം, ഇതിനൊന്നും തിരക്കിടില്ല. അപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. അപ്പൊ പഠിക്കുക, പ്രതികരിക്കുക, സ്പിരിച്വലി ഇതിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക, ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് പറയാനുള്ളത്. താങ്ക് യു. ചർച്ചക്കാരിലും ഉണ്ടേ കൊള്ളാം കേട്ടോ, താഴെ നിരലും എടുക്കാം. വളരെ നന്ദി കൊടുത്തോടം ബസ്. രാവിലെ നല്ലൊരു സ്പീച്ച് ഞങ്ങൾക്ക് കിട്ടി. ദൈവത്തിന് നന്ദി. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഏതെങ്കിലും ഇസ്ലാമിക സഹോദരങ്ങളുണ്ടെങ്കിൽ കയറി വരാം, നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഇല്ലെങ്കിൽ ഞങ്ങള് സംശയം ഉണ്ടെങ്കിൽ അത് ചോദിക്കാം, അത് കൃത്യമായിട്ട് പറഞ്ഞു തരാം. ഞാനൊന്ന് ഓടിച്ചു നോക്കുകയായിരുന്നു. നമ്മുടെ അസ്ലം സഹോദരൻ ഇവിടെ ഇരിപ്പുണ്ട്. സഹോദര, കയറി വരൂ. സിസ്റ്റർ, പ്രൈസ് ലോർഡ്. സോൾജർ ബ്രദർ, ന്യൂക്ലിയർ ബ്രദർ, എല്ലാവർക്കും ക്രിസ്തുവിൽ സ്നേഹവന്ദനം. പാസ്റ്റർക്കും സ്നേഹവന്ദനം. ആമേൻ. സഹോദരങ്ങൾക്കും എല്ലാവർക്കും, സഹോദരിമാർക്കും. ഇപ്പോ തീരെ സമയം കിട്ടുന്നില്ല. കാരണം പാസ്റ്ററുടെ വീഡിയോ തുടരെ വരുന്നു, അജീഷ് ബ്രദറിന്റെ വീഡിയോ വരുന്നു, മറ്റു പലരും സജഷൻസ് അയക്കുന്നു. എല്ലാം കാണുകയും വേണം. പിന്നെ അതല്ലാതെ ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളും. അപ്പോൾ നമുക്ക് ആക്ച്വലി ഫോൺ താഴെ വെക്കാൻ സമയമില്ലാത്തൊരവസ്ഥയായി മാറി. അതിനിടയ്ക്ക് അനേകായിരം വേറെ പണികൾ. പക്ഷെ നല്ല കാര്യമാണ്, എല്ലാം ആക്റ്റീവായിട്ട് നമ്മുടെ അപ്പോളജറ്റിക് മിനിസ്ട്രിയും പോളമിക് മിനിസ്ട്രിയും നന്നായി പോകുന്നു. അനേകർക്ക് ഉത്തരം പറയാൻ ഇല്ലാത്ത സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നു. പിന്നെ വെറും വെല്ലുവിളികളും വീരവാദങ്ങളും തെറിവിളികളും ഒക്കെ ആയിട്ട് വിപരീത ഭാഗം അവശേഷിക്കുന്നത് കാണുമ്പോൾ ഒരു മനസ്സുഖം ഇല്ലെന്ന് പറയാൻ പറ്റില്ല, ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചതുപോലെ ഇവർക്കെല്ലാം ഒരു വലിയ മാറ്റം വരുവാനും, ഈ നുണക്കഥകൾ, ഇല്ലാത്ത ദൈവത്തെ പറ്റി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നുണകളുടെ ഒരു ഭണ്ഡാരമായ ഈ പുസ്തകം, അത് മുസ്ലിം സുഹൃത്തുക്കൾ തിരിച്ചറിയുവാനും, ഇല്ലാത്ത ഒരു സ്വർഗം, ഇല്ലാത്ത ഹൂറികൾ, ഇല്ലാത്ത മദ്യപ്പുഴ, ഇതിനെയെല്ലാം മോഹിച്ച് പോയി നരകത്തിയിൽ ചാടുന്ന അവരുടെ ആ ഭാവി നമ്മൾക്കറിയാവുന്നത് കൊണ്ട് അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താനും ഈ ഒരു മഹായജ്ഞമാണിത്. അതിന്റെ ഒരു ചെറിയ ഭാഗമായി നമ്മൾ ഇവിടെ നിൽക്കുന്നതിൽ വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും നമുക്ക് തുടരാം. ആരെങ്കിലും വന്നോ, സംസാരിച്ചോ? കാര്യമായിട്ട് ആരും വന്നില്ല. നമ്മളെ അസ്ലമിനെ മേലോട്ട് വിളിച്ചപ്പോഴത്തേനും അസ്ലം സ്ഥലം വിട്ടു. ഓ, അസ്ലം അതുകൊണ്ടല്ലേ ബൈക്കിൽ കയറി വരുന്നത്. പുള്ളിക്കാരൻ ബൈക്കിൽ നിന്ന് ഇറങ്ങില്ലല്ലോ. മുകളിലേക്ക് വരാൻ വിളിച്ച ഉടനെ ബൈക്ക് പറപ്പിച്ച് കളഞ്ഞു പോയി കളയും. സഹോദരന്മാരാരെങ്കിലും സംസാരിച്ചോളൂ. പാസ്റ്റർ സംസാരിച്ചിരുന്നോ? പാസ്റ്റർ സംസാരിച്ചു. പാസ്റ്റർ കുറെ നേരം നമ്മുടെ നിലവിലുള്ള സംവിധാനങ്ങളെ പറ്റിയും വ്യക്തിപരമായ പ്രാർത്ഥനയോട് ഇതിനെ അതിലംഘിക്കാനുള്ള ഒരു പവറിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് പാസ്റ്റർ പറഞ്ഞത്. നമ്മൾ ഈ ഇത് മാത്രം പോരാ, ശരിക്കതാണ് നമ്മളെ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിച്ചോണ്ട് നമ്മളിതിനെ, ആശയമാണ് ദൈവവചനമാകുന്ന വാളും,
അതാണ് പാസ്റ്റർ പറഞ്ഞ ഒരു പോയിന്റ്. പിന്നെ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, അതൊരു കാര്യമായ സംഭവമാണ്. ഇവർക്ക് എവിടെയും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ കണ്ടില്ലേ, ഈ ലോകര് മുഴുവൻ ഈ ജബ്ബാർ മാഷയുടെ അയാളെ മൗലവിയുടെ സംവാദം കേട്ടിട്ട് ജബ്ബാർ മാഷ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിനെ അടിച്ച് തൂത്തുവാരി. പക്ഷെ ഇപ്പോഴും ഇവരുടെ ചില ഗ്രൂപ്പുകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജബ്ബാർ മാഷിന്റെ കിളി പോയി എന്ന്. ഇതാണ് ഇവരുടെ ഒരു രീതി. ഒരു സെക്കൻഡ് ഞാൻ അത് നമുക്കറിയാവുന്നൊരു കാര്യമല്ലേ. പാസ്റ്റർ ഇന്നലെയും അത് വിവരിച്ചു പറഞ്ഞില്ലേ. ഒരു സംവാദം നടക്കുന്ന ഇടത്ത് പോയി ഇരുന്നു കൊണ്ട് സംവാദം തുടങ്ങുമ്പോൾ തന്നെ, ഒരു വാദം കേൾക്കുന്നതിന് മുമ്പ് തന്നെ ഇവര് സ്മൈലി ഇട്ടുകൊണ്ട് എതിർ സംവാദകൻ തോറ്റു, അവര് വെള്ളം കുടിച്ചു, അവരെ ഇതാ വെട്ടി നുറുക്കി ഭിത്തിയിലൊട്ടിച്ചു, തേച്ചു. ഇതൊക്കെ പുതിയ ഭാഷയാണ്. ഞാൻ ഈ അടുത്ത കാലത്താണ് ഇതൊക്കെ കേൾക്കാൻ തുടങ്ങിയത്. പ്രത്യേകിച്ച് ക്ലബ് ഹൗസിൽ വന്നിട്ടാണ് ഇങ്ങനെയുള്ള ഭാഷകൾ തന്നെ കേൾക്കുന്നത്. എനിക്ക് ആദ്യം മനസ്സിലായി പോലില്ല ഈ തേച്ചൊട്ടിച്ചു, ഭിത്തിയിലൊട്ടിച്ചു എന്നൊക്കെ പറയുന്ന ഭാഷ. പക്ഷെ ഇവരിത് അപ്പോൾ തന്നെ തുടങ്ങും. ഒരു സംവാദം ഏത് രീതിയിലാണ് പോകുന്നതെന്ന് അത് ശ്രദ്ധിക്കാനോ അതൊന്നും അവർക്ക് പ്രശ്നമേ അല്ല. ഒരു മുസ്ലിം സംവാദകനുണ്ട്, വേറൊരു എതിർ സംവാദകൻ, അത് ക്രിസ്ത്യാനി ആയാലും ശരി നിരീശ്വരനായാലും ശരി, അവര് തേച്ചൊട്ടിച്ചു കഴിഞ്ഞു എന്നങ്ങ് പ്രഖ്യാപിക്കും. ഈ സംവാദം നടന്നപ്പോ തലോടിയോ മുസ്ലിങ്ങളാരോ റൂം ഇട്ടുകൊണ്ട് അത് തന്നെയായിരുന്നു പരിപാടി. ഈ സംവാദം നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ റൂം ഇട്ടുകൊണ്ട് ജബ്ബാർ തോറ്റേ എന്നും പറഞ്ഞിട്ട് ഇവിടെ റൂം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സംവാദത്തിന്റെ 90% ഞാൻ ലൈവ് കേട്ട ആളാണ്. ആദ്യത്തെ ഒരു 5 മിനിറ്റ്സ് മറ്റോ മിസ്സായി, അത് മുഴുവൻ കേട്ടതാണ്. നമുക്ക് ജബ്ബാർ മാഷിന്റെ ആവശ്യമേ ഇല്ല ഇസ്ലാം തെറ്റാണെന്ന് സ്ഥാപിക്കാൻ. ഒരു നിരീശ്വരന്റെയോ ഒരു എക്സ് മുസ്ലിമിന്റെയോ സപ്പോർട്ടോ ഒന്നും നമുക്കില്ല. ഇവിടെ വന്ന് വളരെ അപൂർവം ചിലരെ നമ്മൾ സംസാരിക്കാൻ ഇപ്പൊ അനുവദിക്കാറുള്ളൂ, അതും പ്രത്യേകിച്ച് വിഷയാസ്പദമാക്കിയിട്ട്. ഈശ്വരനില്ല അല്ലെങ്കിൽ ദൈവമില്ല, സൃഷ്ടാവില്ല എന്ന് വാദിക്കുന്നവരെക്കാൾ മണ്ടന്മാരായി ഈ ഭൂമിയിൽ ആരുണ്ട്? എന്നാലോചിച്ച് നോക്കുക. ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു എന്ന് കർത്താവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. ദേ ആർ കറപ്റ്റ്. അവര് ഭോഷന്മാരായി പോയി. അപ്പോൾ ഈ ഒരുപക്ഷെ പലരും നിരീശ്വര എക്സ് മുസ്ലിംസ് ആയിട്ടുള്ള അനേകർ കുറച്ചു കാലം കഴിഞ്ഞ് അവർക്ക് ഈ നിരീശ്വരവാദത്തിന്റെ പൊള്ളത്തരം മനസ്സിലായിട്ട് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ ആ ഭാഗം അത് ഹോപ്പ്ലെസ് കേസ് ആണെന്ന് പറയുന്നില്ല. ഒരു എന്താ പറയാ, ഒരു കടയിൽ ചെന്ന് പാല് മേടിച്ചു, ആ പാല് മോശമായി പോയ പാലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി എല്ലാ കടയിൽ നിന്നും മേടിക്കുന്ന പാൽ അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ പാല് മേടിക്കാതിരിക്കുമായിരുന്നു. അങ്ങനെയല്ലേ എല്ലാ കാര്യങ്ങളും. ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അവിടുത്തെ ഹലാൽ ഫുഡ് അത് തുപ്പിയതായിരുന്നു, അത് തുപ്പുന്നത് കണ്ടു എന്ന കാരണത്താൽ പിന്നെ ഒരു റെസ്റ്റോറൻറ്റിലും കയറി കഴിക്കാതിരിക്കുമോ നമ്മൾ? അപ്പോ നിരീശ്വരന്മാർക്കും ഈ എക്സ് മുസ്ലിംസ് ആയ നിരീശ്വരന്മാർക്കും അവർ കണ്ട ദൈവം, ഖുറാനിലെ ദൈവം, അത് ഒരു പൂച്ചാണ്ടിയായിരുന്നു, അത് വെറും ഒരു ബൊമ്മയാണ്, അത് പൊള്ളയാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ എല്ലാ ദൈവങ്ങളും പൊള്ളയാണ്, അല്ലെങ്കിൽ ഈ ഭൂമി സ്വയം സൃഷ്ടിച്ചു വന്നതാണ്, സ്വയംഭൂ, പ്രപഞ്ചം സ്വയംഭൂവാണ്. എന്തെങ്കിലും ഒന്നുണ്ടാകണമെങ്കിൽ അവിടെ ഒരു ഇന്റൻഷൻ വേണമല്ലോ. ആർക്കാണ് ആ ഇന്റൻഷൻ ഉണ്ടായത് സ്വയംഭൂ ആകാൻ? അപ്പൊ ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മുട്ടുന്യായങ്ങളും പിന്നെ നമ്മളെ പരിഹസിക്കാൻ അവരും തുടങ്ങും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇപ്പൊ അയ്യൂബ് മൗലവിയെ മുട്ടിടിപ്പിച്ചു എന്നൊന്നും പറയുന്നതിൽ കാര്യമൊന്നുമില്ല. അയ്യൂബ് മൗലവിയെ പറ്റി നമ്മളിവിടെ എല്ലാവരും സംസാരിച്ച കാര്യമാണ്.
ഞാനിവിടെ പറയുന്നത് അജീഷ് ബ്രദറിന്റെ ഒരു വീഡിയോയില് അജീഷ് ബ്രദർ പറയുന്ന 5-6 വീഡിയോ, അതായത് മാരിയോ ജോസഫ് എന്ന വ്യക്തി എക്സ് മുസ്ലിം ആയിരുന്നു. പക്ഷേ എക്സ് മുസ്ലിം ആണെങ്കിലും ഒരു കുറച്ച് എന്താ പറയുക, രണ്ട് തോണിയിൽ കാൽ വയ്ക്കുന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ ചില പ്രഭാഷണങ്ങളും ഈസായും യേശുവും ഒന്നാണ് എന്നുള്ള അദ്ദേഹത്തിന്റെ ആദ്യകാല വാദങ്ങളും അതിനെപ്പറ്റിയൊക്കെ അദ്ദേഹം ജോൺസൺ തേക്കടി അച്ഛനോട് പറയുന്നതായിട്ടുണ്ട് അങ്ങനെ അല്ല എന്ന്. പക്ഷേ അങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോകൾ എന്തുകൊണ്ടാണ് അദ്ദേഹം പിൻവലിക്കാത്തത്? അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ട്. യേശു ക്രിസ്തുവും ഈസാ നബിയും ഒന്നാണ് എന്ന് ഉള്ള ഒരു വിശ്വാസം അദ്ദേഹത്തിന് ആദ്യകാലത്ത് രൂഢമൂലമായിട്ടുണ്ടായിരുന്നു. അതൊരു മൽപ്പാനായ ഒരു ബിഷപ്പിനോട് സംസാരിച്ച് അല്ലാഹുവും യഹോവയും ഒന്നാണെന്ന് സ്ഥാപിക്കുന്ന യൂട്യൂബ് വീഡിയോ ഇപ്പോഴും കിടക്കുക 6 വർഷം മുമ്പത്തെയോ 6-8 വർഷം മുമ്പത്തെ ആണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശരിക്കൊന്ന് ക്ലാരിഫൈ ചെയ്യണമെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ നിലപാട് ഒന്നായിരിക്കണം. മുസ്ലിം കുട്ടികളും ഹിന്ദു കുട്ടികളും ക്രിസ്ത്യാനി കുട്ടികളും എല്ലാവരും കൂടി ഇരിക്കുന്ന ഒരു ധ്യാനം, അതെങ്ങനെ സാധ്യമാകും? ധ്യാനം നടത്തുകയാണെങ്കിൽ അത് ആർക്കു വേണ്ടിയാ ധ്യാനം? സെക്യുലർ ധ്യാനം ഒരു സാധനം ഇല്ലല്ലോ. അദ്ദേഹം മോട്ടിവേഷൻ ക്ലാസ് നടത്തുകയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനുള്ള ക്ലാസ് നടത്തുകയാണെങ്കിൽ എല്ലാ സർവ്വമത കുഞ്ഞുങ്ങളെയും, പക്ഷെ അവിടെ മതം സംസാരിക്കാൻ പാടില്ല. അവിടെ പോയിട്ട് യേശു ക്രിസ്തു ഖുറാനിലാണ് വിവാഹത്തെ പറ്റിയുള്ള ഏറ്റവും നല്ല പഠിത്തം. 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇസ്ലാമിൽ വിവാഹമുള്ളത് എന്ന് അദ്ദേഹം പറയുന്ന വീഡിയോ അദ്ദേഹം തന്നെ കട്ട് ചെയ്ത് പ്രചരിപ്പിച്ചിരിക്കുക. ഇസ്ലാമിലാണ് വിവാഹത്തിന് 3 കാര്യങ്ങൾ ഉള്ളതെന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞു? അദ്ദേഹം ക്രിസ്ത്യാനിയാണോ മുസ്ലിമാണോ? നമ്മൾ ആരെങ്കിലും ഇവിടെ ക്ലാസ് എടുക്കുമ്പോൾ ഇസ്ലാമിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നു, അതുകൊണ്ട് അത് നല്ലതാണ്, ബൈബിളിനേക്കാളും നല്ല കാര്യമാണെന്ന് ഇവിടെ പറയാറുണ്ട്. അദ്ദേഹം എന്തുകൊണ്ടാണ് ബൈബിളിൽ നിന്ന് വിവാഹത്തെ പറ്റി പഠിപ്പിക്കാത്തത്? ഇസ്ലാമിൽ വിവാഹം പോലും ഇല്ല, വെറും വ്യഭിചാരം മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹത്തിന് അറിയുമോ അറിയില്ലയോ? അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ വളരെ പ്രസക്തമാണ്. അദ്ദേഹം ഇങ്ങനെ തുടർന്നും ഈ രീതിയിൽ പഠിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോയാൽ വലിയ അപകടത്തിനാണ് സാധ്യത. അതും പ്രത്യേകിച്ച് കത്തോലിക്ക സമൂഹത്തിൽ നിന്നുകൊണ്ട് ഇത്തരം പ്രവർത്തികളിൽ അദ്ദേഹം വീണ്ടും ഈ മാസം വീണ്ടും അദ്ദേഹത്തിനൊരു ധ്യാനമോ എന്തോ ഒന്നുണ്ട്, 20-ാം തീയതി 22-ാം തീയതി വരെ. നിങ്ങൾ കുഞ്ഞുങ്ങളെ നല്ല ചൈൽഡ് സൈക്കോളജിയിൽ നിന്നുള്ള ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് അതിനുള്ള വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ, ഇന്ന് ഒരു കൗൺസിലർ എന്നും പറഞ്ഞിട്ട് ബോർഡ് ഇട്ടുകൊണ്ടിരിക്കാൻ ആർക്കും കഴിയും. പക്ഷേ ഞാൻ നല്ല കൗൺസിലിംഗ് ഒക്കെ പലർക്കും കൊടുത്ത് പലരെയും പല ദുഷ്പ്രവർത്തികളിൽ നിന്നും ബന്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കൗൺസിലർ ആണെന്നും പറഞ്ഞ് ബോർഡ് ഇട്ടിരിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം അതിനുള്ള യോഗ്യത എനിക്കില്ല, അതിനുള്ള പഠിത്തമോ അതിനുള്ള സർട്ടിഫിക്കറ്റോ എനിക്കില്ല. അപ്പോ അവരിങ്ങനെ നടത്തുകയാണെങ്കിൽ അവർക്ക് നല്ല കൗൺസിലിംഗ്, സൈക്കോളജിക് കൗൺസിലിംഗ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ കൗൺസിലിംഗ്, ഇതിനൊക്കെ സർട്ടിഫിക്കേഷൻ കോഴ്സുകളുണ്ട്. ക്രിസ്ത്യൻ കൗൺസിലിംഗിന് പോലും സർട്ടിഫിക്കേഷൻ കോഴ്സുകളുണ്ട്. നമ്മുടെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ട് വരുന്നവർക്ക് നമ്മൾ ബൈബിളിൽ നിന്നുള്ള വചനങ്ങൾ പറഞ്ഞുള്ള കൗൺസിൽ കൊടുക്കും. അതുകൊണ്ട് അവർക്ക് വലിയ ആശ്വാസം ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലാതെ ഞാൻ ക്രിസ്ത്യൻ കൗൺസിലർ ആണെന്നും പറഞ്ഞ് ഒരു പള്ളിയിൽ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു ജോലിക്ക് എനിക്ക് പറ്റില്ല. അപ്പൊ ഇവരെന്ത് യോഗ്യതയാണ് ഉള്ളതെങ്കിൽ അതിന്റെ ഉള്ളിൽ അവർ നിന്നിട്ട് അവർ പറയുക. പക്ഷേ ഇസ്ലാമിലാണ് വിവാഹത്തിന് മൂല്യത, ഇസ്ലാമിലാണ് ജോലിക്ക് മനുഷ്യരെല്ലാവരും അധ്വാനിക്കണം, അധ്വാനത്തെ പറ്റി ഏറ്റവും അധികം കാര്യങ്ങൾ അത് ഇമ്പോർട്ടൻസ് നൽകിയത് ഖുറാനാണെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ മിസ്റ്റർ മാരിയോ ജോസഫ്, അത് വലിയൊരു അപകടത്തിലല്ലേ നിങ്ങൾ കൊണ്ട് കുട്ടികളെ ചാടിക്കുന്നത്? 6 ദിവസം അധ്വാനിക്കണം, 7-ാം ദിവസം നിങ്ങൾ സ്വസ്ഥമായി റെസ്റ്റ് ചെയ്യണം എന്ന് പഠിപ്പിച്ച ബൈബിളിനെ നിങ്ങൾ ഒരു തവണ പോലും അതിൽ മെൻഷൻ ചെയ്യാതെ
അള്ളാഹുവാണ് പഠിപ്പിച്ചത് ജോലിയുടെ ഇമ്പോർട്ടൻസ് എന്ന്. എവിടെയാണ് ഖുറാനിൽ അങ്ങനെ പഠിപ്പിച്ചതെന്ന് മരിയ ജോസഫിന് പറയാൻ പറ്റുന്നു? ഈ വിവാഹത്തില് വിവാഹത്തെ പറ്റി പഠിപ്പിച്ചത് ഇസ്ലാമാണ്. അത് എന്താ സമാധാനത്തിനും സെക്യൂരിറ്റിക്കും, സുരക്ഷിതത്വത്തിനും സെക്യൂരിറ്റിക്കും വേണ്ടി ആണ് വിവാഹം കഴിക്കേണ്ടതെന്ന് ഖുറാനിലോ ഹദീസിലോ എവിടെയാ പറഞ്ഞിരിക്കുന്നത്? വിവാഹത്തിന് ആസ്പദമായ 4 കാരണങ്ങളാണ് ഹദീസുകളിൽ കാണുന്നതെന്ന് മാരിയോ ജോസഫിന് അറിയില്ല. എന്നിട്ട് പറഞ്ഞു എന്താ, സമാധാനം കിട്ടാനും സുരക്ഷയ്ക്ക് വേണ്ടിയാണ് പോലും ഇസ്ലാമിൽ വിവാഹം കഴിക്കുന്നത്. ആർക്ക് സുരക്ഷ? സ്ത്രീക്ക് അവിടെ എന്ത് സുരക്ഷ? അദ്ദേഹം പറയുന്നത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസിൽ ഒക്കെ അതിൽ നിന്നൊക്കെ സുരക്ഷ കിട്ടാൻ വേണ്ടിയാണ് വിവാഹം. അപ്പൊ 4 സ്ത്രീകളെ വിവാഹം ചെയ്യുന്നതോ? പിന്നെ എണ്ണമറ്റ അടിമകളെ അവരുമായിട്ട് നിക്കാ ചെയ്യുന്നതോ? അപ്പൊ അവിടെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഉണ്ടാവില്ലേ മിസ്റ്റർമാർ? ഇതൊക്കെ ഞങ്ങള് കേൾക്കുമ്പോ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ വരികയാണ്. കാരണം നമ്മൾക്ക് അത്യാവശ്യം ചില കാര്യങ്ങളൊക്കെ അറിയാം ഖുറാനെ പറ്റി. അപ്പൊ ഖുറാനെ ഇങ്ങനെ ഇവര് പൊക്കി 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 പറയുമ്പോൾ അതും ക്രിസ്ത്യൻ കുട്ടികളോട് നാച്ചുറലി അവരുടെ മനസ്സിൽ ഇതാ, വിവാഹത്തിന്റെ ബെസ്റ്റ് മോഡൽ ഇസ്ലാമിലാണ്, ജോലിയുടെ ബെസ്റ്റ് മോഡൽ ഇസ്ലാമിലാണ് എന്നൊരു അവർക്ക് നാച്ചുറലി ഒരു തിങ്കിങ് വരികയല്ലേ. എന്തുകൊണ്ടാണ് ബൈബിളിൽ നിന്നുള്ള വചനങ്ങൾ, കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ, അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ടുണ്ട്, ഈഫ് യു വിൽ നോട്ട് വർക്ക് യു വിൽ നോട്ട് ഈറ്റ്. നിങ്ങൾ ജോലി ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ആഹാരം കഴിക്കരുത്. അന്യന്റെ അധ്വാനത്തിന്റെ ഫലം വെറുതെ ഇരുന്ന് തിന്നരുത്.